അവിടെ അന്ന് ഇപ്പോൾ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് ഒന്ന് നോക്കുമ്പോഴാണ് ഭാഗത്തൊക്കെ വരുന്ന സമയത്തും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല എനിക്ക് ആ ചില ഇമേജസ് ഉള്ളിലുണ്ട്. ഹായ് ഓൾ, അങ്ങനെ ഡേ 4. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് കർണാടകയിലെ പേരറിയാത്ത, അന്ന് പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ സ്ഥലം എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷേ ആ സ്ഥലം എനിക്ക് കറക്റ്റായിട്ട്, ആ ലൊക്കേഷൻ എനിക്ക് നന്നായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അവിടെ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാഗ് അഴിച്ചിട്ട് ബെഞ്ചി കോഡൊക്കെ ഞാൻ അതിൽ തന്നെ ചുറ്റി വെച്ചിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ എത്ര നേരത്തെ എഴുന്നേക്കാൻ പറ്റുമോ അത്ര നേരത്തെ എഴുന്നേറ്റ് എല്ലാം ഫ്രഷായി. അവിടെ അന്ന് ഇപ്പോൾ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിനുള്ള സ്പേസ് പോലും അവിടെ ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് ഒന്ന് നോക്കുമ്പോഴാണ് വണ്ടിയിലുണ്ടായിരുന്ന ബെഞ്ചി കോഡൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് കാര്യം ട്രസ്റ്റ് ചെയ്തൊരു സ്ഥലത്ത് അങ്ങനെ വണ്ടി ഈ പറയുന്ന സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നീട് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ട്, അതായത് ഇന്ന ലൊക്കേഷനിൽ തന്നെ ചെന്നെത്തണം, അവിടെ ഹോട്ടൽ നേരത്തെ നമുക്ക് ബുക്ക് ചെയ്ത് പോകണം എന്നൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവിടെ ക്യാമറയൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ CCTV ക്യാമറയൊക്കെ. അപ്പോൾ അതും കൂടെ ഉണ്ടോ എന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഒരു സാധനവും വണ്ടിയിൽ കീപ്പ് ചെയ്യത്തില്ല. പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സാധനങ്ങളല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യില്ല, വണ്ടിയിൽ കീപ്പ് ചെയ്ത്. കാരണം ബെഞ്ചി കോഡ് ഈ യാത്രയിലെന്നല്ല, എല്ലാ യാത്രകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ബെഞ്ചി കോഡ്. അപ്പോൾ ബെഞ്ചി കോഡ് മിസ്സായി. പിന്നെ ഉള്ള ബെഞ്ചി കോഡ് വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ച്, എനിക്കൊന്ന് കയർ ഞാൻ എന്തോ മേടിച്ചു, അതൊക്കെ വെച്ചിട്ട് ചുറ്റി കെട്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, യാത്ര തിരിക്കുന്നത്. യാത്ര അന്ന് ഇച്ചിരി നേരത്തെ, അതായത് അവിടെ പ്രകാശം വരുന്നതിന് മുമ്പാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഹരി വാങ്ങിച്ച കുറച്ച് ക്വാളിറ്റി കൂടിയ ഒരു ഹെൽമെറ്റാണ് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അവന് ഫോഗിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ വിസിബിലിറ്റി പ്രോബ്ലം എൻ്റെ ഹെൽമെറ്റിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വാങ്ങുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ് അതിൻ്റെ വൈസറിൽ ക്വാളിറ്റി. ഓക്കെ, അതിലൊരു കോട്ടിംഗ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും, ആൻറ്റി ഫോഗ് ആയിട്ടുള്ള കോട്ടിങ് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഗ്ലാസും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, അങ്ങനത്തെ ഉള്ള ആൻറ്റി ഫോഗ് ഗ്ലാസ് ഉള്ള ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് തോന്നി. അത് അവിടെ മാത്രമല്ല, പിന്നീട് എനിക്ക് നോർത്ത് ഈ മണാലി ഭാഗത്തൊക്കെ, ഷിംല ആ ഭാഗത്തൊക്കെ വരുന്ന സമയത്തും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മളപ്പോൾ പോകുന്നത് നേരെ ഈ ബൈപ്പാസ് തപ്പിയാണ് പോകുന്നത്. കാരണം ആ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള റോഡായിരുന്നു. ആ ദിവസം ഓഗസ്റ്റ് 15 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 12-ന് സ്റ്റാർട്ട് ചെയ്തു, 13 14 15 15-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ഓഗസ്റ്റ് 15-ൻ്റെ സെലിബ്രേഷൻ നടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതൊക്കെ നല്ല എനിക്ക് ആ ചില ഇമേജസ് ഉള്ളിലുണ്ട്. അത് എനിക്ക് ഡൗട്ട് ഈ റൂട്ടിലാണോ അതോ പൂനെ ടു മുംബൈയിലാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആ യാത്ര ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികൾ ഈ പറയുന്ന ചാച്ചാജിയായിട്ടൊക്കെ റെഡിയായി ഇറങ്ങി നിൽക്കുന്നതും, വേറെ ചില സ്കൂളുകളിലൊക്കെ ഈ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ല നല്ല മെമ്മറീസായിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്ത് ബൈപ്പാസിൽ എത്തിച്ചേരുകയാണ്. ശരിക്കും ഒരു സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഓക്കെ, അതായത് ഈ പറഞ്ഞ 12-ാം തീയതി ജേർണി സ്റ്റാർട്ട് ചെയ്ത് മുതൽ ട്രാഫിക്കാണ്, അല്ലെങ്കിൽ റോഡ് മോശമാണ്. ആ ഒരു സെനാരിയോ മാറി നല്ല റോഡ് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം കണ്ട ഉടനെ നമ്മളങ്ങനെ ധാബ കണ്ടു. ഒരു ധാബയിൽ അങ്ങ് പോയിരുന്ന് നന്നായിട്ട് ആഹാരം കഴിച്ചാണ് ആ സന്തോഷം എന്ത് ചെയ്തത് ഞങ്ങൾ എക്സ്പ്രസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ഫ്രണ്ടിലേക്ക് പോവുകയാണ് പൂനെയിലോട്ട്. ഓക്കെ, അപ്പോൾ പൂനെയിൽ എത്താറാവുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ അതിശക്തമായ മഴ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ പൂനെയിൽ എന്തായാലും രാത്രിയാണ്, നല്ല ഇരുട്ടി. അതായത് പൂനെയിലെ ശരിക്കും ആ നല്ല പച്ചപ്പുള്ള നല്ല രസമാണ് പൂനെ കാണാനായിട്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ കണ്ടത് മൊത്തം രാത്രി മഴയത്താണ്. അങ്ങനെ മഴയത്താണ് ഞങ്ങൾ ഹോട്ടൽ റൂമിനകത്ത് എത്തുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം നനഞ്ഞിട്ടുണ്ട്. രാത്രി തന്നെ ഈ സാധനങ്ങളെല്ലാം വിരിച്ച് ഉണക്കാനിട്ടിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാതൊരു സാധനം ഉണ്ടായതാണല്ലോ, അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും നനഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു സാധനം. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം പോകേണ്ടത് ഞങ്ങൾക്ക് മുംബൈയിലേക്കാണ്. അപ്പം മുംബൈ നഗരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്
ഉള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ അത് ആ നഗരം കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഭയങ്കരമായ മഴയും ആ മഴയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയതിൻ്റെതും തുണികളെല്ലാം നനഞ്ഞതിൻ്റെയും ഒക്കെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് മുംബൈയിലേക്കുള്ള, പൂനെയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിശേഷങ്ങൾ കാണാം. അത് അടുത്ത എപ്പിസോഡിൽ. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് പോലീസ് കൈ കാണിച്ച് നിർത്തിയത്. വഴി മാറി അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ഉള്ളവർ പറയുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമുകളാണ് കിട്ടുന്നത്.